കേരളത്തിൻ്റെ ആവേശമായ തൃശ്ശൂർ പൂരം കൊട്ടിക്കയറാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത്. ഈ ഘട്ടത്തിൽ ദേവസ്വം മന്ത്രി BN വാസവൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, നമസ്കാരമുണ്ട്. നാളെയാണ് നമ്മുടെ പൂരം. അപ്പോൾ എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. പൂരം മറ്റേതൊരു വർഷത്തേക്കാളുപരി ഭംഗിയായി വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ 7 മീറ്റിങ്ങുകൾ പൂരത്തിന് വേണ്ടി ഞങ്ങൾ കൂടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. പിന്നീട് തൃശ്ശൂർ ഞങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ബഹുമാനരായ മന്ത്രിമാർ, അതോടൊപ്പം കേന്ദ്രമന്ത്രി, അദ്ദേഹം എല്ലാം പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാം ചേർന്ന് തൃശ്ശൂരിൽ തന്നെ ഞങ്ങൾ വിവിധ യോഗങ്ങൾ ചേർന്നിരുന്നു. ഇന്നലെ ഏറ്റവും അവസാനത്തെ യോഗം ഞങ്ങൾ ചേരുകയുണ്ടായി. അപ്പോൾ ഏതെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അവസാനത്തെ അവലോകന യോഗം ചേർന്നത്. ഒരു കുറവുമില്ലാതെ നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഏതാണ്ട് 4000-ൽ പരം പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം അവിടെ കുടിവെള്ളവും അതോടൊപ്പം ഗതാഗത സൗകര്യവും സുഗമമാക്കാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് 65ഓളം ആംബുലൻസുകളുമായി സേവനം നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷനും അതുപോലെ തന്നെ ശുചിത്വ മിഷനും ചേർന്ന് സംയുക്തമായി ഒട്ടേറെ പരിപാടികൾ, സഞ്ചാരയോഗ്യമായ പാതകൾ, NHAയുടെ പ്രവർത്തനം തന്നെ ഒരു ദിവസം നിർത്തിവെക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ, ഇതുകൂടാതെ എല്ലാ നിലയിലും അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തൃശ്ശൂർ പൂരം ഭംഗിയായി കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം പ്രത്യേകമായി ഇതിന് സ്ക്വാഡുകൾ തിരിച്ച് നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തിരുവാമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളെല്ലാം സജീവമായി രംഗത്തുണ്ട്. അവിടെ എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ അടക്കം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കോർഡിനേഷൻ, അതിനൊരു കൺട്രോൾ റൂം, അതെല്ലാം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. പൊതുവിൽ മറ്റേതൊരു കാലഘട്ടത്തേക്കാളുപരി ഏറ്റവും ഭംഗിയായി വിജയകരമായി തൃശ്ശൂർ പൂരം, ചരിത്രപ്രധാനമായ പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം, അത് നടപ്പാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒപ്പം പാറമേക്കാവ് ദേവക്ഷേത്രം, തിരുവാമ്പാടി ക്ഷേത്രം, ജില്ലാ ഭരണകൂടം, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘങ്ങൾ എല്ലാം ചേർന്ന് ഞങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് ഇട നൽകാത്ത വിധത്തിലാണ് ഇത്തവണ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ചില മുന്നനുഭവങ്ങളാണല്ലോ അത് വരാതിരിക്കാൻ വേണ്ടി കാലകൂട്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്ത്. പ്രാവശ്യം ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി മാറ്റാൻ കഴിഞ്ഞില്ലേ? 53,60,000 പേര് വന്നിട്ട് യാതൊരു പരാതിയോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഇല്ലാതെ എല്ലാവർക്കും ദർശനം ഉറപ്പാക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടു. ആറ്റുകാൽ പൊങ്കാല നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ ഉത്സവമായിരുന്നു. ഒരു കുറവും വരാതെ ഭംഗിയായി ഫലപ്രദമായി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനും ക്ഷേത്രം ഭാരവാഹികൾക്കും എല്ലാവർക്കും ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിന് ശേഷം നടന്നിട്ടുള്ള ഉത്സവങ്ങൾ പൊതുവിലെടുക്കുമ്പോൾ അതെല്ലാം കാണാൻ കഴിയുന്നു. ഇപ്പോൾ പൂരങ്ങളുടെ പൂരമാണ്. ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഉത്സവങ്ങളുടെ ഒരു വലിയ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സന്ദർഭമാണ് തൃശ്ശൂർ പൂരം നടക്കാറുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ലക്ഷക്കണക്കിന് ഭക്തജനന്മാർ എത്തിച്ചേരുന്ന, പൂരപ്രേമികളും എത്തിച്ചേരുന്നതാണ്. അതിലെ മേള ദൃശ്യങ്ങൾ, കുടമാറ്റ ദൃശ്യങ്ങൾ, ഒപ്പം വെടിക്കെട്ട്, ഇത് മൂന്നും കാണുക, ആസ്വദിക്കുക എന്നുള്ളത് പൂരപ്രേമികളുടെ ഏറ്റവും വലിയ സ്വീകാര്യമുള്ള പരിപാടികളാണ്. അത് ഭംഗിയായും വിജയകരമായും നടത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തീരുമാനങ്ങളും കാലകൂട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മിനിസ്റ്ററിൻ്റെ ഒരു പ്രസ്താവന, അതായത് ഈ കൊടിത്തോരണങ്ങൾ അത് പാടില്ല എന്ന് പറഞ്ഞ തരത്തിലുള്ള ചില കോണുകളിൽ നിന്നൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതിനോടുള്ള ഒരു വിശദീകരണം എന്താണ്? ഒരു തെറ്റിൻ്റെയും കാര്യമില്ല. ഞങ്ങളത് പരസ്യമായിട്ട് തന്നെ ഇന്നലെ യോഗത്തിൽ സംസാരിച്ച് കൃത്യമായി വിശദീകരിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ ഉയർത്തി അവരുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവരുന്ന സമീപനം ഉണ്ടായിക്കൂടാ. അത് പൊതുവിൽ ചില സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് അത്തരൊരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് എത്തിച്ചേർന്നത്. രണ്ടാമത്തെ കാര്യം, ജാതി മത സ്പർദ്ധകൾ വളർത്താൻ സഹായിക്കുന്ന ഫ്ലെക്സുകളോ ബോർഡുകളോ വെച്ചുകൂടാ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം. ഇത് രണ്ട് കാര്യം ആർക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അത് പൊതുവിൽ എല്ലാ സ്ഥലത്തും നടപ്പാക്കേണ്ടതാണ്. കാരണം ക്ഷേത്ര പരിസരം അവിടെ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയോ ചിഹ്നങ്ങളോ ഉയർത്തി അത് ഉത്സവപ്പറമ്പുകളെ വിഭാഗീയമാക്കി മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മറ്റ് മതജാതി സ്പർദ്ധകൾ വളർത്താൻ സഹായിക്കുന്ന ഫ്ലെക്സുകളോ ബോർഡുകളോ വെച്ചുള്ള സ്ലോഗനുകൾ വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആ സ്പർദ്ധ വളർത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളൊന്നും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആർക്കും നിഷേധിക്കേണ്ട കാര്യമില്ല. ഇത് യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് നടക്കുന്നത്. ദേവസ്വം മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ പൂരമാണ്. പൂരം കാണാൻ പൂരനഗരിയിൽ ഉണ്ടാവുമോ? നിശ്ചയമായി ഞാൻ 3 ദിവസം പൂരത്തിനുണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്നലെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഇനി അടുത്ത 2 ദിവസം പൂരത്തിൻ്റെ പൂർണ്ണമായ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കും. പൂരം എല്ലാം കഴിഞ്ഞതിന് ശേഷമേ തൃശ്ശൂരിൽ നിന്ന് പോരുള്ളൂ.
എന്തായാലും പൂരത്തിനു വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്. ഇനി നാളെ പ്രധാനമായുമുള്ള പൂരക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.